ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജീവിതത്തിനുടമയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി എപ്പോഴും ഇങ്ങനെ ദുആരക്കും. എന്താ ദുആരക്കുക? പടച്ചോനെ, ഞാൻ സ്വർഗത്ത് കടക്കുമ്പോൾ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കുന്ന ആള് ഇന്നിവിടെ ഹയാത്തിലുണ്ടെങ്കിൽ എനിക്കൊന്ന് കാട്ടിത്തരണേ റബ്ബേ. അതാണ് മൂസാ നബിന്റെ ദുആ. അല്ലാഹുമ്മ അരിനി ജലീസി ഫിൽ ജന്ന. സ്വർഗത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരനായി വരുന്ന ആരെങ്കിലും ഇന്ന് ഇവിടെ ഹയാത്തുണ്ടെങ്കിൽ എനിക്കൊന്ന് കാട്ടിത്തരണേ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോഴും ദുആർക്കും അത്രേ. ഒരിക്കൽ അല്ലാഹു തആല വഹി അറിയിച്ചു മൂസാ നബിയെ, ഏതാ നിങ്ങളെ ദുആ അല്ലേ, ആ ദുആക്ക് ഇജാബത്ത് നൽകുന്നു. അല്ലാഹ് പറഞ്ഞു, മൂസാ നബിയെ, ഈ ലോകത്ത് ഇന്നും സ്വർഗത്തിൽ നിങ്ങളോട് കൂടെ നിൽക്കുന്ന ഒരാൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇദ്ഹബ് ഇലൽ ബലദിൽ ഫുലാനി ഇല സൂഖിൽ ഫുലാനി, നിങ്ങൾ ഇന്നാലിന്റെ നാട്ടിൽ പോകണം, ഇന്നാലിന് അങ്ങാടി പോകണം, അവിടെ ഇന്നാലിനെ ജോലി ചെയ്യുന്നൊരു ചെറുപ്പക്കാരനുണ്ട്, അയാളാണ് നിങ്ങളെ കൂട്ടുകാരൻ സ്വർഗത്തിൽ. സുബ്ഹാനല്ലാഹ്. ഇന്ന് അയാളെ കാണുന്നെ വേണമല്ലോ. സ്വർഗത്തിൽ നിന്ന് കാണുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് കാണാലോ എന്ന് മനസ്സിലാക്കി അല്ലാഹു തആല വഹയിൽ അറിയിച്ചു കൊടുത്ത നാട് ലക്ഷ്യമാക്കി മഹാനവർകൾ യാത്ര തിരിച്ചു. ദിവസങ്ങളുടെ യാത്രക്ക് ശേഷം പ്രസ്തുത നാടിൽ എത്തിച്ചേർന്നു. ആളുകളോട് അന്വേഷിച്ചു നോക്കി. വഹി മുഖേന അറിയിക്കപ്പെട്ട പേരുള്ള ആ ആൾ അന്വേഷിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, ആൾ ഇവിടെ ഉണ്ട്, അയാളൊരു ഇറച്ചി കച്ചവടക്കാരനാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചത് വലിയ ആബിദായിരിക്കും, വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ സ്വർഗത്തിൽ എൻ്റെ കൂടെ കൂടാൻ കഴിയൂ. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ധാരണയാണ് മഹാനവർകൾക്ക് ഉണ്ടായത്. പക്ഷേ ആ നാട്ടിലെ ഒരു ഇറച്ചി കച്ചവടക്കാരൻ, അയാളെ പറ്റിയാണ് സ്വർഗത്തിൽ മൂസാ നബിയുടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. എൻ്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനാകാൻ മാത്രം എത്ര വലിയ അമലാണ് ഈ മനുഷ്യൻ ചെയ്തത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇദ്ദേഹത്തിന്റെ കച്ചവടം നടക്കുന്ന കടയുടെ ചാരത്ത് ഇങ്ങനെ വന്നു നിന്നു. ആളുകൾ കടയിൽ വരുന്നു, ഇയാളിങ്ങനെ ഇറച്ചി മുറിച്ച് തൂക്കി കൊടുക്കുന്നു. സാധാരണ കച്ചവടം പോലെ എല്ലാം ദൂരത്തു നിന്ന് നല്ലോണം വീക്ഷിച്ചു. ഇറച്ചി മുഴുവനും വിറ്റു തീർന്നു. കത്തി മുഴുവനും കഴുകി വൃത്തിയാക്കി. ചെറിയൊരു പൊതിയിൽ കുറച്ച് ഇറച്ചി കയ്യിൽ പിടിച്ചു, കത്തിയൊക്കെ കയ്യിൽ പിടിച്ചു. കട അടച്ചു ഇയാള് പുറത്തിറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ സമീപത്ത് വന്നിട്ട് സലാം പറഞ്ഞു. അയാളെ സലാം അടക്കി. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഇന്ന് നിങ്ങളുടെ കൂടെ ഒരു വിരുന്നുകാരനുണ്ടായാൽ നിങ്ങൾക്കത് പ്രയാസാകുമോ? ഇയാൾ പറഞ്ഞു, ഒരു പ്രയാസമില്ല. ആരാ വിരുന്നുകാരൻ? അത് ഞാൻ തന്നെയാണ്. ഇത് മൂസാ നബിയൊന്നും അയാൾക്കറിയില്ല. അങ്ങനെ കച്ചവടക്കാരൻ മുന്നിലും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നിലുമായി രണ്ടുപേരിങ്ങനെ യാത്ര പുറപ്പെടുന്നു. യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു. പല വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഈ മനുഷ്യനും കൂടെ അയാളുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ചെറിയൊരു കുടിലാണ്. ഇയാൾ നേരെ വീടിന്റെ ഉള്ളിൽ പോയി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ മാത്രം വലിയ അമൽ എന്താണോ ഇയാൾ ചെയ്തിട്ടുള്ളത് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കൂടെ നടക്കുന്നത്. ഇയാളെ കയ്യിലുള്ള ചെറിയ പൊതിയിലുള്ള മാംസം ഇയാൾ വേഗം കഴുകി വൃത്തിയാക്കി ഒരു കലത്തിലിട്ടിട്ട് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു. എന്നിട്ട് തൻ്റെ ആയുധങ്ങളൊക്കെ ഒരു ഭാഗത്ത് വെച്ചു. എന്നിട്ട് ആ വീടിന്റെ മധ്യത്തിലുള്ള റൂമിലേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ അത്ഭുതത്തോട് കൂടെ നോക്കിയപ്പോ ആ വീടിന്റെ മച്ചിന്റെ മുകളിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയാണ്. ആ പെട്ടിയുടെ ഒരു ഭാഗത്ത് കയറ് കെട്ടി താഴേക്ക് ബന്ധിച്ചിട്ടുണ്ട്. ആ കയറ് അഴിച്ചിട്ട് ഇയാളെ പെട്ടി പതുക്കെ താഴേക്ക് വെക്കുന്നു. എന്നിട്ട് ആ പെട്ടിയുടെ അടപ്പെടുത്തു മാറ്റുന്നു. ആ അടപ്പിലേക്ക് നോക്കിയപ്പോ ജീവച്ചവം പോലെ കിടക്കുന്ന ഒരു പെണ്ണ്, തീരെ തടിയില്ലാത്തൊരു പെണ്ണ്, തൊലിയായി മാത്രം കിടക്കുന്ന ഒരു പെണ്ണ്, സംസാരിക്കാൻ കഴിയാത്തൊരു പെണ്ണ്. ഈ പെണ്ണിനെ ഇയാള് രണ്ട് കൈ കൊണ്ടിങ്ങനെ താങ്ങിയെടുത്ത് ചുടുചുംബനങ്ങൾ അർപ്പിച്ചു. ആ പെണ്ണിന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റി, കാട്ടിച്ച മൂത്രിച്ച വസ്ത്രങ്ങളൊക്കെ മാറ്റി നല്ലോണം കുളിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചു, ഇതാരാണ്? ഇതിൻ്റെ ഉമ്മയാണ്. ഉമ്മക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല, ഇതിൻ്റെ ഉമ്മയാണ്.
അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകും, ഉമ്മാക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു, ഉമ്മാൻ നല്ലോണം പിന്നെ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഞാനിവിടെ മുകളിൽ ഇങ്ങനെ കിടത്തിയിട്ടാണ് പോകാറുള്ളത്. വേറെ ആൾ നോക്കാനില്ലാത്തത് കൊണ്ട് ഇതല്ലാതെ ഒരു മാർഗം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ ഉമ്മാനെ ഇങ്ങനെ ഫസ്റ്റ് അങ്ങനെ ശുശ്രൂഷൊക്കെ നടത്തും. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞ് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്ന മാംസത്തിൽ നിന്ന് കുറച്ച് കഷ്ണമെടുത്ത് അതെല്ലോണം നല്ലോണം ഞൗണ്ട് റെഡിയാക്കിയിട്ട് ഉമ്മാന്റെ വായിലേക്ക് കുറേശ്ശെ വെച്ചു കൊടുക്കുന്നു, കുറേശ്ശെ വെള്ളം കൊടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഉമ്മ ഇങ്ങനെ നാവ് കൊണ്ട് എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. ഈ മന്ത്രിക്കുന്ന മന്ത്രത്തിന് ഇയാൾ മറുപടി പറയുന്നുണ്ട്. ഭക്ഷണമൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മ വീണ്ടും ഇങ്ങനെ ചുണ്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി പറയാണ്, എന്താണ് മോനെ നിന്റെ ഉമ്മ പറയുന്നത്? കുറെ സമയമായല്ലോ ഉമ്മ അങ്ങനെ ചുണ്ടളക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് ഉമ്മ പറയുന്നത്? അപ്പോൾ ഇയാൾ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഈ വിരുന്ന് വന്ന പ്രിയപ്പെട്ട മനുഷ്യനോട് പറയാണ്, ഉമ്മ കുറെ കാലമായൊരു പ്രാർത്ഥന നടത്താൻ തുടങ്ങിയിട്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി ചോദിക്കുന്നു, എന്താ പ്രാർത്ഥന? ഉമ്മ എപ്പോഴും പറയാറുള്ളത്, അല്ലാഹുമ്മ ജഅൽ ബിനി ജലീസു മൂസാ ഫിൽ ജന്ന. എന്റെ മകന് സ്വർഗത്തിൽ മൂസാ നബിയോട് കൂടെ നല്ലൊരു ഇരിപ്പിടം കൊടുക്കണേ നാഥ. എന്നെ പൊന്നുപോലെ നോക്കുന്ന എന്റെ പൊന്നുമോൻ, എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്ന എന്റെ പൊന്നുമോൻ, നാളെ മൂസാ നബിയോട് കൂടെ സ്വർഗത്തിൽ എന്റെ മോനെ എത്തിക്കണേ റബ്ബേ. ഇങ്ങനെ ദ്വാരക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അപ്പൊ മൂസാ നബി ചോദിച്ചു, നിങ്ങൾ ഇക്കാലം വരെ മൂസാ നബിയെ കണ്ടിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ മൂസാ നബിയെ കണ്ടില്ലെങ്കിലും എന്റെ പൊന്നുമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പ്രാർത്ഥന പടച്ചവൻ കേൾക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഏതായാലും ഭൗതികമായ ലോകത്ത് പ്രയാസങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നാളെ സ്വർഗീയ ലോകത്ത് മൂസാ നബിയോട് കൂടെ ഒരു ഇരിപ്പിടം എനിക്ക് കിട്ടുമെന്ന വിശ്വാസമാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മൂസാ നബി ആളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത്, അന കലീമുല്ലാഹി മൂസാ, നിങ്ങളുടെ ഉമ്മക്കാലം വരെ ദുആ ചെയ്ത ആ മൂസാ നബി ഞാൻ തന്നെയാണ്.